ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക്, വൈകിട്ട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. വൈകിട്ട് ചായക്കോ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അരി വറുത്ത് പൊടിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒരു അരി ഉണ്ട. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. ഈ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ അരി, വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ പ്രത്യേകമായിട്ട് 2 സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഒന്ന് ചക്കക്കുരു ആണ്. ചക്കക്കുരു ഇത് പൊടിച്ചെടുക്കണം. വറുത്തിട്ടുണ്ട് ഞാൻ. ചക്കക്കുരു വറക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് വറുത്തെടുത്തത് ഫ്രൈ പാനിലിട്ട് ഒരു 10 മിനിറ്റോ സമയത്തോളം നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു വശം തന്നെ ഇങ്ങനെ കിടക്കരുത്, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വറുത്ത് കിട്ടും. നമുക്ക് പാകത്തിനായിട്ട് വറുത്ത് കിട്ടും. ഇതുപോലെ കണ്ടോ, കയ്യിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഇളക്കി കൊടുക്കാതിരുന്നാൽ എന്താ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വശം മാത്രമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയി പോവും, കത്തി വരികയും ചെയ്യും. നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് സമയം മതിയാകും ഈ ചക്കക്കുരു ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. ഇതൊരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുനിന്നുള്ള ആ തൊണ്ട് കളഞ്ഞ് ചുവന്ന തൊണ്ടൊക്കെ ഇതുമ പറ്റിയിരിക്കുന്നുണ്ട്. നമുക്കിതൊന്നും മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ മറ്റൊന്ന് ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് എള്ളാണ്. ഇതൊന്ന് വറുത്തെടുക്കണം, അരി വറുത്തെടുക്കണം. എന്നാൽ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പാൻ ഒരെണ്ണം ചൂടാവാൻ വച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ ആദ്യം നമുക്ക് ഈ എള്ളൊന്ന് വറുത്തെടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ എള്ളിട്ട് കൊടുക്കാം. എള്ള് പെട്ടെന്നങ്ങ് ഫ്രൈ ആയി വരും. എള്ള് നന്നായിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ട്. എല്ലാം ഒന്ന് ഇത് പെട്ടെന്ന് തന്നെ ആയി വരും. പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ അരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റേഷൻ അരിയൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടല്ലോ. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും 15 കിലോ അരി കിട്ടിയിട്ടുണ്ട്. വെള്ളയും കുത്തരിയും ഒക്കെ ആയിട്ട് ഉള്ളതാണ് കിട്ടിയേക്കണത്. അപ്പോൾ വെള്ളരിയെ വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ, ചോറ് വയ്ക്കണേനും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അരി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. എല്ലാം ഒന്നും നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയിട്ടില്ല. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. നല്ല പൊരുപൊരുന്ന് പൊട്ടണുണ്ട് എല്ലാം. ഇതിൽ ഈ പൊടിയരി പോലെയുള്ള ചെറിയ അരികളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് കത്തിപ്പോവും. നമ്മുടെ അരി ഇവിടെ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കുകയാണ്. അടുപ്പത്തുനിന്ന് വാങ്ങാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അരി ചൂടാറുന്ന സമയം കൊണ്ട് ഈ ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ചക്കക്കുരു പൊടിക്കണതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ ഇട്ട് പൊടിക്കുകയാണ്. ചക്കക്കുരു കഴിച്ച് കഴിയുമ്പോൾ ചിലർക്ക് ഗ്യാഷ്യസ് പ്രോബ്ലമൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചുക്ക് ഇടുന്നത് നല്ലതാണ്. ചക്കക്കുരു ഉണ്ടോ, ഇത് നന്നായിട്ട് നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ചക്കക്കുരു വറക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടില്ല. അത് കട്ടയായിട്ട് കിടക്കും. മിക്സിയിലിട്ട് പൊടിക്കാൻ ഒരു നിവൃത്തി ഉണ്ടാവില്ല. അധികം വറക്കാതെ ഒത്തിരി അങ്ങ് ഫ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു വശം തന്നെ ഇങ്ങനെ കിടന്ന് ഫ്രൈ, നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോവൊന്നും ചെയ്യരുത്. അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അരി ചൂടാറിയിട്ടുണ്ടാവും, അതൊന്ന് പൊടിച്ചെടുക്കാം. അരി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് വരാം. അരി എള്ളും വന്നിട്ടുണ്ട്. ഇതിൽ എള്ള് ഓരോന്നൊക്കെ പൊടിയാതെ കിടക്കണുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് നമ്മളത് തിന്നുമ്പോൾ എള്ള് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി നമുക്കിതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ശർക്കരയും ചക്കക്കുരു പൊടിച്ചു വെച്ചേക്കുന്നതും എല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ തന്നെ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ശർക്കരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിലേക്ക് ശർക്കരയുടെ അളവൊക്കെ മധുരം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇത്തിരി മധുരം വേണം, എന്നാലാണ് ഉണ്ടയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഞാൻ ഇതൊന്ന് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. നമ്മുടെ ഉണ്ടയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിനി ചെറിയ ബോൾസുകളാക്കി മാറ്റാം. ചെറിയ ഉണ്ടകളാക്കി എടുത്തു വയ്ക്കുക. ഇതിന് ചെറിയൊരു ഡാർക്ക് കളറാണ്. അത് എള്ള് ഇട്ട് അത് നന്നായിട്ട് പൊടിഞ്ഞു വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കളറിൽ വന്നേക്കണത്. നമ്മുടെ അരിയുണ്ട എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചക്കക്കുരു ചേർത്തുള്ള അരിയുണ്ടയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നല്ല സ്മൂത്താണ്. കഴിക്കണേനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. കൂടെ ഒരു അരമണിക്കൂർ സമയം വേണ്ടി വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.